ഇസ്ലാമിക് പാരൻറ്റിങ്ങിൽ ഉദ്ധരിക്കപ്പെടുന്ന അതിമനോഹരമായ ഒരു വാചകമാണ് ലാഇബൂഹും സബ്ആ വ അദ്ദിബൂഹും സബ്ആ വ സ്വാഹിബൂഹും സബ്ആ സുമ്മ ഉത്റുകൂഹും. ആദ്യത്തെ 7 വർഷക്കാലം നിങ്ങൾ അവരുടെ കൂടെ കളിക്കുക. രണ്ടാമത്തെ 7 വർഷക്കാലം നിങ്ങൾ അവർക്ക് ഡിസിപ്ലിൻ പഠിപ്പിച്ചു കൊടുക്കുക. മൂന്നാമത്തെ 7 വർഷക്കാലം നിങ്ങൾ അവരുമായി നല്ല രീതിയിൽ സഹകരിക്കുക. അതിനുശേഷം നിങ്ങൾ അവരെ അവരുടെ വഴിക്ക് ഫ്രീ ആയി വിടുക. 3 ഘട്ടമാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തേത് കളിയുടെ ഘട്ടം. നമുക്കറിയാം, ഒരു കുട്ടിയുടെ വ്യക്തിത്വത്തിൻ്റെ വളർച്ചയ്ക്ക് കളിയുടെ പ്രായം വളരെ പ്രധാനപ്പെട്ടതാണ്. നല്ല പോസിറ്റീവായ കളികളിലൂടെ വ്യക്തിത്വത്തെ വളർത്തിയെടുക്കുവാനും സാധിക്കും. ഇതാണ് ഒന്നാമത്തെ ഘട്ടം. കുട്ടികൾക്ക് ആ പ്രായത്തിൽ അവരുടെ കളിക്കുള്ള സമയം ലഭിക്കണം. അദ്ദിബൂഹും സബ്ആ, കുട്ടികൾക്ക് 7 മുതൽ 14 വരെയുള്ള വയസ്സിനിടക്ക് അവർക്ക് വേണ്ട ഗൈഡൻസ് നൽകുക, ഇർഷാദാത്ത് നൽകുക, നല്ല ഡിസിപ്ലിൻ അവരെ പഠിപ്പിക്കുക. എന്ത് പറയണം, എന്ത് പറയണ്ട, ഓരോരുത്തരോടും എങ്ങനെ പെരുമാറണം, വീട്ടിലേക്ക് ഒരു അതിഥി വന്നാൽ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്, ഡൂസ് എന്തൊക്കെയാണ്, ഡോൺസ് എന്തൊക്കെയാണ്, ടേബിൾ മാനേഴ്സ് എന്തൊക്കെയാണ്, അങ്ങനെ ജീവിതത്തിൻ്റെ മര്യാദകൾ കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ടുന്ന പ്രായമാണ് 7 മുതൽ 14 വരെയുള്ള കാലഘട്ടം. മൂന്നാമത്തെ 14 മുതൽ 21 വരെയുള്ള കാലഘട്ടം ഏറ്റവും കൂടുതൽ ടീനേജുമായി ബന്ധപ്പെട്ട കാലഘട്ടം. ആ ഘട്ടം ഒരു ടീനേജിലുള്ള വിദ്യാർത്ഥി, ഒരു വ്യക്തിയും ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ഷിപ്പിന് പ്രാധാന്യം നൽകുന്ന സമയമാണ്. അതുകൊണ്ട് വസ്വാഹിബൂഹും സബ്ആ, ഒരു ഫ്രണ്ടിനെ പോലെ മക്കളോട് പെരുമാറി ആ ഒരു പെരുമാറ്റത്തിലൂടെ ഒരു നല്ല ഫ്രണ്ടായി മാറിക്കൊണ്ട് അവനെ ശരിയായ രീതിയിലേക്ക് നയിക്കുക. ഈ 3 ഘട്ടവും ഒരു പാരൻ്റ് എന്ന നിലക്കുള്ള ഉത്തരവാദിത്തം നാം നിർവഹിച്ചു കഴിഞ്ഞാൽ, ആ ഓരോ പ്രായത്തിലും അവർക്ക് ലഭിക്കേണ്ടത് ലഭിച്ചു കഴിഞ്ഞാൽ സുമ്മ ഉത്റുകൂഹും, നിങ്ങൾക്ക് അവരെ അവരുടെ വഴിക്ക് വിടാവുന്നതാണ്. ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്ന TA സൈക്കോളജിയിൽ പറയുന്നതും ആദ്യത്തെ 7 വർഷക്കാലം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്ന സമയമാണ്. അതിനുശേഷമാണ് ആ സ്ക്രിപ്റ്റിനനുസരിച്ചുള്ള ജീവിതം അവൻ ആടിത്തുടങ്ങുന്നത്. അതിൻ്റെ മുൻപാണ് ഒരു കുട്ടിയുടെ വ്യക്തിത്വത്തെ രൂപീകരിക്കുന്നതിൽ ഒരു രക്ഷിതാവ് ശ്രദ്ധിക്കേണ്ടത്.